ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ലൈക്ക് ചെയ്താൽ സന്തോഷം, ഹൈപ്പ് ചെയ്താൽ അതിനേക്കാൾ സന്തോഷം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അഹാന കൃഷ്ണയുടെയും സിന്ധു കൃഷ്ണകുമാറുടെ ആയിട്ട് ഉള്ളൊരു കോൺട്രവേഴ്സിയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ദ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന പേജിൽ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതൊന്ന് വായിക്കാം. ഒരുപാട് കമൻസ് ഉണ്ട്. ഇവരുടെ എല്ലാ കമൻസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഒത്തിരി പേർക്ക് ഇവരോട് നല്ല രീതിയിൽ ഗ്രഡ്ജ് ഉണ്ടെന്ന് കമൻസ് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ അങ്ങനെ ഒരു ഗ്രഡ്ജ് വരാൻ തക്കവണ്ണമായ രീതിയിൽ ഇവർ ബിഹേവ് ചെയ്തിട്ടായിരിക്കുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ദ ഫൈനൽ ന്യൂസിൽ വന്ന ആ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതൊന്ന് വായിക്കാം. ആൻറ്റി, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്. പക്ഷേ ഇതാണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കി തീർത്ത ബുള്ളിയിങ് ഇഷ്യൂകൾ ഓർമ്മയുണ്ടോ? അതിലെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇവർ പണ്ട് ബുള്ളി ചെയ്ത ഏതോ ഒരു കുട്ടിയുടെ കമൻ്റാണത് കേട്ടോ. എൻ്റെ മാനസികാരോഗ്യവും ആത്മവിശ്വാസവും നിങ്ങളുടെയും അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സന്തോഷമായി ജീവിച്ച് തീർക്കേണ്ട കുറേ വർഷങ്ങൾ പോയി കിട്ടി. തെറാപ്പി, ബോഡി ഇമേജ് ഇഷ്യൂകൾ, ആൻസൈറ്റി ഒക്കെ ആയുള്ള നിരന്തരമായ പൊരുതലായിരുന്നു. ആവറേജ് ഡാൻസറായ നിങ്ങളുടെ മകൾക്ക് ഡാൻസിലെ സെൻറ്റർ സ്റ്റേജ് നിങ്ങൾ പിടിച്ചു വാങ്ങിയപ്പോൾ സ്വന്തം കഴിവിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയ കുറച്ച് പേരുണ്ട്. പാസീവ് ബോഡി ഷേമിങ്, സ്കിൻ ടോണിനെ കുറിച്ചുള്ള കമൻറ്റുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് പറയുന്ന തമാശയായിരിക്കാം. പക്ഷേ ഇപ്പോൾ കേരളം മൊത്തം നിങ്ങളെ ബുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, കർമ്മ തിരിച്ചടിക്കും. അവരുടെ കമൻ്റാണ് കേട്ടോ. ആത്മവിശ്വാസമാകാം, അമിതമാകരുത്. അഹാന സ്വന്തം കസിൻ്റെ ജീവിതം മാറ്റിമറിച്ച് ട്രോമ ഉപയോഗിച്ച് അവളെ തകർക്കാൻ നോക്കി. തൻവിയുടെ കാര്യമാണ്. അതിനുവേണ്ടി ഒന്നും തൻവി ചെയ്തിട്ടില്ല. ഇത് തന്നെ നിങ്ങൾ എത്ര ഇൻസെൻസിറ്റീവ് ആണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അമ്മുമ്മ ടോക്സിക് ആണ്. എന്നാൽ അവരോട് തിരിച്ചു പറയുകയും എല്ലാ സപ്പോർട്ടും നിർത്തുകയും ചെയ്തതോടെ അതേ ദുഷ്ടയായ നിങ്ങൾ മാറി. നിങ്ങൾ അവർക്ക് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നൽകണമായിരുന്നു. അതെങ്ങനെ? പഠിക്കേണ്ട സമയത്ത് അത് ചെയ്തില്ല. മക്കളെ നടിമാരാക്കാൻ നടന്ന് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചില്ല. പഠിക്കാൻ മിടുക്കികളല്ലെങ്കിലും കുറച്ച് പൊതുബോധം എങ്കിലും ഉണ്ടായേനെ. ഇതിപ്പോൾ ആരും ഇല്ല, അതേ പോയി. ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഫൈനൽ ന്യൂസിൽ വന്ന ഒരു ഇതാണേ. മാനസികാരോഗ്യ അവബോധമൊക്കെ ആരോട് പറയാൻ എന്നാണ് കമൻറ്റ്. റെഡിറ്റിലാണ് ഈ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. റെഡിറ്റിൽ പ്രചരിക്കുന്ന ഒരു ഇതിനെ വെച്ചിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത്. ഞാൻ റെഡിറ്റിലില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇനി വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ആകേണ്ടി വരും. പഴയ ഇമേജ് തിരിച്ചു കിട്ടാൻ ഇനി സിന്ധു കൃഷ്ണയും കുടുംബവും ബുദ്ധിമുട്ടും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതൊരു സത്യമാണ്. അവരുടെ ഒരു വ്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇത്രയും നിലവാരമില്ലാത്ത ഒരു പ്രശ്നത്തിൽ ഇതുവരെ ഇവർ അകപ്പെട്ടിരുന്നില്ല. എന്നാൽ തൻവിയുടെയും അഹാനയുടെയും ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ അത് സംഭവിച്ചു. നഷ്ടം എങ്ങനെ നോക്കിയാലും സിന്ധുവിനും അഹാന കൃഷ്ണയ്ക്കുമാണ്. സിന്ധു പുതിയ വ്ളോഗിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും ഫലമില്ല. ഇതിനിടെ സിന്ധുവിന് വന്ന കമൻ്റാണ് സോഷ്യൽ മീഡിയ ചർച്ചയാകുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന കുട്ടീനെ ബുള്ളിങ് ചെയ്തതിൻ്റെ പേരിൽ ആ കുട്ടി ഇട്ട ഒരു കമൻ്റാണ്. അത് അത്രയും ഹൈപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പം സ്കൂൾ തലങ്ങളിൽ ഈ കുട്ടികൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒത്തിരി പേര് അത് മനസ്സിലാക്കിയിട്ട് അതിന് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ലൈക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തൻവി സുധീറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. അവരൊരു പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ അഹാനയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തൻവി പറഞ്ഞത് നുണയാണ്, അവരുടെ അമ്മ നുണച്ചിയാണ് എന്നുള്ള ടൈമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അവരൊരു പോസ്റ്റ് ഇട്ടുണ്ട്. അതൊന്ന് വായിക്കാം. I just want to clarify that I won't be responding to any more controversy regarding family matters. സൂപ്പറാണ് കുട്ടി. ആ മൗനമാണ് ഏറ്റവും നല്ല ആയുധമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവൾ ഇനി തിരിച്ചൊന്നും പറയാൻ പോകണില്ല, ഒരു കോൺട്രവേഴ്സിയിലും അവൾ സംസാരിക്കാൻ പോകണില്ലെന്ന് അവൾ പറഞ്ഞത്. മൈ ഇൻറ്റൻഷൻ ഇൻ കമ്മിങ് ബാക്ക് വാസ് നെവർ ടു ടാർഗറ്റ് ഓർ ഹർട്ട് എനിവൺ. അത് കറക്റ്റാണ്. അവൾ തുടങ്ങി വെച്ചപ്പോൾ അവൾക്ക് അക്സെപ്റ്റൻസ് കിട്ടി, അല്ലെങ്കിൽ ഇവർക്കെതിരെ അങ്ങനെ ഒരു ഇത് തൊടുത്തു വിട്ടതുപോലെ നരേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അവളെ ആക്രമിച്ച ഇവറ്റകൾക്ക് കൃത്യമായ മറുപടിയാണ് ആ കുട്ടി കൊടുത്തിരിക്കുന്നത്. ഐ സിംപ്ലി ഷെയർഡ് മൈ ഓൺ പേഴ്സ്പെക്റ്റീവ് എബൌട്ട് സീയിങ് മൈ അമ്മുമ്മ ഫീലിംഗ് സാഡ്. അമ്മുമ്മയുടെ ആ വിഷമത്തിനെ കുറിച്ചാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് കറക്റ്റ്. ബിഫോർ മൈ ഗ്രാൻഡ് ഫാദർ പാസ്ഡ് അവേ മൈ ഗ്രാൻഡ് പേരൻസ് റേസ്ഡ് മീ, സോ ഐ കെയിം ടു സ്പെൻഡ് ടൈം വിത്ത് ഹെർ ആൻഡ് ഹെൽപ്പ് ഹെർ ഫൈൻഡ് someone to take care of her. That was the only reason behind my post. It was never for attention. ഒരിക്കലും ഒരു അറ്റൻഷൻ കിട്ടാനല്ല. ആ അമ്മമ്മയ്ക്ക് കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ചെറിയ രീതിയിൽ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് ട്രൂ. വളരെ ഹോണസ്റ്റ് ആയിട്ടാണ് അവരതിനെ അവതരിപ്പിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. I have always tried to be straightforward on YouTube.
കറക്റ്റാണ്. അവർ സെക്കൻഡ് പാർട്ടിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു എന്തിന് വന്നു, എങ്ങനെ വന്നു എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളച്ചൊടിച്ച് അവളെ ഇപ്പം അങ്ങ് അടിച്ച് ഒതുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇത്രയും പേരുണ്ട്, ഇത്രയും സബ്ബുള്ള ചാനലുകളിൽ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് ഒന്നിച്ച് അടിച്ച് ഒതുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കാണ് കരുത്ത് കൂടുതലെന്ന് തൻവി തെളിയിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. I have always tried to be straightforward on YouTube, which is why I addressed it briefly. ചെറുതായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് I only responded after certain family members shared what I felt was only one side of the story, which unfortunately led to a lot of hate directed at me. I don't think so. അവർ എനിക്ക് തോന്നുന്നില്ല തൻവിക്ക് അത്രയും ഹേറ്റ് കിട്ടി എന്നുള്ളത്. പക്ഷെ തൻവിക്ക് അങ്ങനെ ഫീൽ ചെയ്തതാണ്. തൻവി യു ആർ സോ ഗ്രേറ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അമ്മമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് തന്നെ നല്ലൊരു മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. റൈറ്റ് നൗ ഐ ആം പോസ്റ്റ്മോർട്ടം ആൻഡ് എ മദർ ഓഫ് 2. ഡിപ്രഷൻ ഉണ്ടാവും ആ കുട്ടിക്ക്, സ്വാഭാവികം. അവൾ എല്ലാവരോടും ഒന്നിച്ച് ആക്രമിക്കുമ്പോൾ ഡിപ്രഷൻ ഉണ്ടായില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. My priority is my family, my children, and living a peaceful, normal life, despite the gossip and discussions happen on YouTube and Reddit. I have decided that I won't be commenting on or addressing this matter any further. ഇപ്പം റെഡിറ്റിൽ ഇവർ കൊടുത്തിരിക്കുന്ന ആ വീഡിയോസ്, ആ ഒരു സ്പെസിഫിക് വീഡിയോസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ആ കുട്ടി പറയുന്നത്. അവർക്ക് അതിനകത്ത് താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യം. ഒന്നാമത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണ് ഞാനുള്ളത്, എനിക്ക് ഇപ്പോൾ ഇതിനകത്തൊന്നും താല്പര്യമില്ല, ഇപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നതിനാണ് താല്പര്യം, ഞാൻ അതുകൊണ്ട് ഈ വിഷയത്തിലൊന്നും ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഇതാണ് ആ കുട്ടി പറഞ്ഞ എൻ്റെ രത്നം ചുരുക്കം. ആൾസോ വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ മൈ ഗ്രാൻഡ് മദർ ആൻഡ് മൈ മദേഴ്സ് സൈഡ് ഓഫ് ദ ഫാമിലി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. കറക്റ്റാണ്. അവരും അവരുടെ സിന്ധു കൃഷ്ണയിലും അവരുടെ സ്വന്തം അമ്മയായാലും തമ്മിൽ അവർ അമ്മമ്മയായിട്ടുള്ള അടിക്കകത്ത് ആ കുട്ടിക്ക് വലിയ വോയിസ് ഇല്ല, അവളത് പറയേണ്ട കാര്യമില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. അവൾ അവളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഞാൻ എൻ്റെ സന്തോഷം മാത്രം നോക്കിയാൽ പോരെ എന്ന് പറയുന്ന പോലെയുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ I had to choose my grandmother as she is very old and has no one left as family. Correct. എന്ത് തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞാലും പ്രായം ചെന്ന അമ്മമ്മയെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഫാമിലി എന്ത് തീരുമാനിച്ചാൽ എനിക്കൊന്നുമില്ല, എൻ്റെ തീരുമാനം അമ്മമ്മയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. മൈ മദർ സൈഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫാമിലി ടു ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. കറക്റ്റ്. I will do my best between my life with the 2 kiddos to help Ammuma and have someone to stay with her before I leave. If I cannot, I will permanently stay until the end. OCD is a disorder, and after over 75 years, I don't think it can be cured. The same way, they didn't abandon me because of ADHD. ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ പറയാം. അവർക്ക് OCD ഉണ്ട്, ഓവറായിട്ടുള്ള അവർക്ക് അവരുടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭ്രാന്തുണ്ട് എന്നാണ് പറയുന്നത്. അത് മിക്കവാറും ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക കാര്യമാണ്. അപ്പോൾ അവരത് സഹിക്കാൻ തയ്യാറാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ ഈച്ച് അതേഴ്സ് ഉണ്ട്. ഇവിടെ അമ്മമ്മയ്ക്ക് ആരുമില്ല, അവൾക്കും ആരുമില്ല. അപ്പോൾ അവർ പരസ്പരം ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് അവർ തന്നെ തീരുമാനമെടുക്കുന്നു. ആൻഡ് ദേ ആർ ഗോയിങ് വിത്ത് ദാറ്റ്. അതാണ് അവർ പറയുന്നതിൻ്റെ രത്നം ചുരുക്കം. അതേപോലെ OCD എന്ന് പറയുന്നത് 75 വയസ്സിൽ തിരുത്താൻ പറ്റുന്നൊരു രോഗമല്ല. സോ അതിനെ നമ്മൾ ആ രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. മിക്ക വീടുകളിലുമുള്ള പേരൻസ്, ഗ്രാൻഡ് പേരൻസ് കാണിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെയാണ്. വലിയ പ്രശ്നമാണ്. ചിലതൊക്കെ ഇറങ്ങിപ്പോകുന്ന പരിപാടിയുണ്ട്. ഇത് കണ്ണടച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. സോ അലർട്ടായിരിക്കുക, വിജിലൻ്റ് ആയിരിക്കുക, ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു പൊടി മക്കൾക്ക് തുല്യമാണ് എന്നുള്ളതാണ് ഇത്. ഇപ്പോൾ 75 വയസ്സേ അവർ തിരുത്താൻ പറ്റത്തില്ല എന്നുള്ളത് പറയുന്നു. എനിക്ക് എന്താ പറയുന്നത്, എന്നെ അവർ ഈ ഒരു ADHD എന്ന് പറയുന്ന ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തിരിച്ച് അതുപോലെ അവളെയും അവർ കെയർ ചെയ്തിട്ടുണ്ട്. അവൾക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ആൾസോ വാട്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ മൈ ഗ്രാൻഡ് മദർ ആൻഡ് മൈ മദേഴ്സ് സൈഡ് ഓഫ് ദ ഫാമിലീസ്. അതെ ADHD. താങ്ക് യു ടു എവറി വൺ who has shown kindness and understanding. I truly appreciate your support and I am choosing to move forward with peace and positivity. സൂപ്പറായിട്ട് ആ കുട്ടി അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടുള്ള അവളുടെ ആ കമൻറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ADHD എന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ എനിക്ക് കിട്ടിയതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഇത് ശ്രദ്ധ, ആവേശ നിയന്ത്രണം, ചിലപ്പോൾ അതിരുകിടന്ന ചലനം, അശാന്തി എന്നിവയെ ബാധിക്കുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനാണ്. ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളില്ലേ, അതിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചില കുട്ടികൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലൊരു കുഞ്ഞായിരുന്നു. അത് അവൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരാനുള്ള എല്ലാ ഇതും ഉണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ പറയുന്ന കുട്ടി ഒറ്റയ്ക്കായിപ്പോയില്ലേ, പെട്ടെന്ന് കളഞ്ഞു. അതാണ് സത്യം. അവളെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു, എടുത്ത് ദൂരെ കളഞ്ഞു.
അപ്പോൾ അങ്ങനെയുള്ള കുട്ടിക്ക് പെട്ടെന്ന് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് അവൾ ചെയ്ത കുറേ കാര്യങ്ങൾ അത് ആ അമ്മ സഹിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് പറയുന്ന അതേ കാര്യം തന്നെയാണ് എനിക്കിവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ളത്. ഇവർ കുറേയധികം വീഡിയോസ് നെറ്റിൽ കിടപ്പുണ്ട്, അതൊക്കെ എടുത്തു വെച്ച് നോക്കി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. സിന്ധുവും അഹാനയും കൂടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമ്മ ഭയങ്കര കുഴപ്പമാണ്, ഇതും അവരുടെ ഫാദറുമായിട്ട് ഭയങ്കര ഉടക്കാണ്, പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇതിനകത്ത് ആ അമ്മമ്മ കയറുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ അടുത്തിരിക്കണമെന്ന്. അപ്പോൾ അവർ തമ്മിൽ എത്രത്തോളം അഫക്ഷനേറ്റ് ആണെന്ന് ആ ഒരൊറ്റ ഇതിനകത്ത് തന്നെ നമുക്ക് തെളിയുന്നുണ്ട്. അതിൽ ഏറ്റവും കുശുമ്പ് പിടിച്ച് വർത്തമാനം പറയണതും ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സൂപ്പർ സൂപ്പർ. അവിടെ ഇരുന്നോ. നമ്മൾ ബാലൻസ് ചെയ്തിരിക്കണം. വെയിറ്റ് എങ്കിലേ ബാലൻസ് ആവും. നമ്മുടെ വെയിറ്റ് ബാലൻസ് ആയി എന്റെ ഫേസ് ഒന്നും പേടിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലായിടത്തും അപ്പൂപ്പൻ തൊട്ടടുത്ത് ഇരിക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം? നിങ്ങൾ തമ്മിൽ അത്ര സ്നേഹത്തിലാണോ? അവരെ ഏത് ചീത്ത വിളിക്കണമെങ്കിലും അവരൊക്കെ ഞാനും എനിക്ക് അവരും കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജലസ് ആയിട്ട് സംസാരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഈ അമ്മയ്ക്ക് വേറെ ആരുടെ അടുത്തും ഇത്രയും പ്രോബ്ലം ഇല്ലല്ലോ. ഈ അമ്മയെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംസാരങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവരാണ്. പിന്നെ ഇപ്പോൾ ഉള്ള കുട്ടി, പിന്നെ ആ കുട്ടിയുടെ മകളെ എടുത്ത് വെച്ച് അവർ താരാട്ട് പാടുന്ന കേൾക്കുക. പൊന്നെൻകുടം എന്നും പൊന്നെൻകുടം എൻ്റെ പൊന്നെൻകുടം എന്നും പൊന്നെൻകുടം പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നെൻകുടം എന്നും പൊന്നെൻകുടം. അല്പം പണം വന്നപ്പോഴത്തേക്ക് ഇവർക്ക് കംപ്ലീറ്റ് പോയി, മനസ്സിലായോ? മറ്റുള്ളവരെ കെയർ ചെയ്യണമെന്നും അവരെ നോക്കണമെന്നും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെന്നുള്ള ആ ഒരു ടേം ഈ കുടുംബം അശേഷം അങ്ങ് മറന്നു. അതാണ് സത്യം. കുറച്ച് പൈസ കിട്ടി, കുറച്ച് ചുറ്റാൻ പോകാനുള്ള കാശ് കിട്ടി, അവിടെ പോകാൻ പറ്റാത്തടത്തൊക്കെ സ്വപ്നം കണ്ടിരുന്ന സ്ഥലത്തൊക്കെ അവർ ചുറ്റാൻ തുടങ്ങി, പ്രൊമോഷൻസ് കിട്ടി തുടങ്ങി. ഇതൊക്കെ കൊണ്ടുവരുന്ന അഹാന ആയതുകൊണ്ട് അഹാനയ്ക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അതാണ് അഹാനെ ഇങ്ങനെ ഒരു അഹങ്കാരിയാക്കി മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ദിയാകൃഷ്ണ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ട്, അതിനകത്തും ആ ഒരു അവരുടെ വീട്ടിൽ തന്നെ ഒരു സ്ത്രീയുണ്ട്, അയാളുടെ സഹോദരിയാണ്, അപ്പച്ചിയാണ്. ആ കൃഷ്ണകുമാറിന് കൊടുക്കുന്ന വാല്യൂവും കൃഷ്ണകുമാറിൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്ന വാല്യൂവും ഈ പെൺപിള്ളേർ ഇത് തന്നെയാണ്. നമ്മൾ പെൺകുട്ടികൾ ബോൾഡാവാൻ നമ്മൾ വളരെ ആഗ്രഹിക്കും, പക്ഷേ അവർ അറഗൻ്റ് ആകുന്നതാണ് പ്രശ്നം. അറഗൻസ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇതൊക്കെ മാറി മറിഞ്ഞ് മറ്റൊരു ടേമിലേക്ക് പോകുന്നത്. അതിനെതിരെ ശക്തമായി തന്നെ കുടുംബത്തിലുള്ള മുതിർന്നവർ നിലകൊള്ളണമെന്നുള്ളതാണ്. അഹാനയൊക്കെ ഏതോ എക്സ്ട്രീമിൽ നിൽക്കുകയാണ് അഹങ്കാരത്തിൻ്റെ ലെവലിൽ. അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടെ ഓർക്കണം. ഇപ്പോൾ ഇവർ റെഡിറ്റിൽ കൊണ്ടുപോയി ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ സത്യത്തിൽ ഇവരെ കളിയാക്കുന്നത് ജനങ്ങൾ ഇവരെയല്ലേ കളിയാക്കുക? സിന്ധുവിൻ്റെ അമ്മയുടെ കാര്യമാണ് ആ പറയുന്നത്. സിന്ധുവിൻ്റെ അമ്മയും അച്ഛനെയും തൂക്കിക്കൊണ്ട് നടന്നതും ഇവരാണ്. അപ്പോൾ ഇവർക്ക് വ്യൂ ആണ്. അപ്പോൾ പൊതുസമൂഹം, പ്രത്യേകിച്ച് ഇവരുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും കെയർ ചെയ്യുന്ന നല്ല കുട്ടികളായ നല്ല ഫാമിലി, അതാണ് എല്ലാവരും കൺസെപ്റ്റ്. പക്ഷേ അവിടെ അതല്ല നടക്കുന്നത്. അവർക്ക് ഈ അമ്മമ്മയെ അമ്മമ്മയെന്നല്ല, ഇവരെ ഈ മൊത്തത്തിൽ ഇത്തരകളല്ലാതെ വേറെ ആരെയും അവർക്ക് ഇഷ്ടമില്ല, വേറെ ആരെയും അവർ അക്സെപ്റ്റ് പോലും ചെയ്യുന്നില്ല. അവർക്ക് ചാനലുള്ളത് കൊണ്ട് തൻവി ഞങ്ങളെക്കാട്ടി ഉയർന്നു വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് തൻവിയെ ചവിട്ടി തേക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിയത്. പക്ഷേ തൻവിക്കത് ഓപ്പോസിറ്റ് ഇതാണ് കിട്ടിയത്. തൻവി അതുകൊണ്ട് എവിടെയോ എത്തിപ്പെട്ടു. തൻവിക്ക് നല്ലപോലെ അറിയാം ഇത്ര എണ്ണത്തിന് ഒന്നിച്ചടിക്കുക ബുദ്ധിമുട്ടാണ്, അതിനേക്കാൾ നല്ലത് മൗനവും തൊല്ലിയുണ്ട് ആ കൊച്ചിൻ്റെ പണി നോക്കി മാറിപ്പോയി. പക്ഷെ ഇവർ അവളെ പിന്തുടർന്ന് പിടിക്കുകയാണ്. അതൊക്കെ ഒരു തരം മോശപ്പെട്ട പരിപാടിയല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പം നമുക്ക് അഹാന ആ അമ്മയെ മാറി നിൽക്കാൻ പറയുന്ന ആ ഒരു പോഷം ഒന്ന് കാണാം. ഇത് സിംഗിളാണ്, കണ്ടോ? അവർ ഫോട്ടോയിൽ ഫ്രെയിമിൽ വരുമെന്നുള്ള വെപ്രാളം അഹാനയ്ക്കാണ്. ഫോട്ടോ ഫ്രെയിമിൽ അവരും കൂടെ വന്നാൽ എന്താ പ്രശ്നം? അപ്പം അവരെ ഇൻസൾട്ട് ചെയ്ത വിധം കണ്ടോ? ഇതൊക്കെ അവരറിയാതെ അവർക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇത് ഫ്രെയിമിൽ കിട്ടുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി വേണമെങ്കിൽ അവർക്കത് എഡിറ്റ് ചെയ്യാം. അപ്പം ഇവർക്കറിയാം ഇത്രയധികം സബ്സ്ക്രൈബ്ഡ് ചെയ്തിരിക്കുന്ന ചാനലുകൾ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് വന്ന ആളുകൾ എടുത്തു വെച്ച് പൊങ്കാല ഇടുന്നുള്ള കോമൺ സെൻസ് ഇല്ലേ?
എന്തോ പ്രശ്നമാവട്ടെ, ഇപ്പം ഈ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി, അതുപോലെ അവരുടെ മാരേജ് ഒക്കെ നോക്കുക, ഇവര് അവർക്കിടയിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നാൽ അതൊക്കെ എടുത്ത് പബ്ലിക്കിൽ ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇൻവിറ്റേഷൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും, അവർക്കൊക്കെ ഇത് വലിയ വേദനയായിരിക്കും. ഇപ്പം തൻവിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അതെത്ര സിമ്പിളായിട്ട് കഴിഞ്ഞു. ആരെയും ക്ഷണിക്കാൻ ആരും വരത്തില്ല, അതിനെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെന്നുള്ളത് നമുക്ക് അവളുടെ ബർത്ത്ഡേ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ലോകത്താരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവരൊക്കെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ അകറ്റി നിർത്തുന്ന ഇവളുടെ അമ്മമ്മ അവരൊക്കെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അതിൽ പേര് ഒരു പ്ലസ് പോയിന്റ് വേറെ എന്തോ വേണം. മുതിർന്നവരുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിസ്സാരമല്ല, അത് കിട്ടുന്നവർ ഭയങ്കര ബ്ലെസ്സഡ് ആയിരിക്കും. എത്ര ആരെന്ത് മോശം പറഞ്ഞാലും മുതിർന്നവരുടെ ബ്ലെസ്സിങ് ഉണ്ടോ അവരെവിടെയോ എത്തിപ്പെടും എന്നുള്ളതാണ്. തൻവിയൊക്കെ ഏതോ ലെവലിൽ നിൽക്കുകയാണ്, ഇവരെ കോമ്പറ്റീഷൻ അവളോടെയാണ്. ആടി പാടി കുറേ മേക്കപ്പ് ഇട്ട് കുറേ അണിഞ്ഞൊരുങ്ങി നടന്നു കഴിഞ്ഞാൽ താൻ എവിടെയോ എത്തി എന്നുള്ളൊരു ടൈമുണ്ട്. അഹാനയുടെ ദിയയുടെ കല്യാണ ദിവസം തൻവിയുടെ കൊച്ച് അഹാനയുടെ സാരി പിടിച്ച് വലിക്കുമ്പോൾ അഹാനയുടെ ആറ്റിറ്റ്യൂഡൊക്കെ കാണണം. ഞാൻ അതൊക്കെ കണ്ടിട്ട് അന്ന് ഈ കുട്ടി ആരാന്ന് കൗതുകത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് നീക്കി നിർത്താനും പറ്റുന്നില്ല, ശല്യം പോലെയൊക്കെയാണ്. ഇതിനൊക്കെ ഒരു കുട്ടി ഉണ്ടായതൊക്കെ എന്ത് കാണിക്കും എന്നുള്ളതൊക്കെ അന്നേ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടീനെ ബേസ് ചെയ്തിട്ട് അവന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും അവനെ തൂക്കി വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഭയങ്കര വ്യൂ കുറവാണ്. മുമ്പ് അവരൊക്കെ ഒരു അങ്ങോട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 100K പടേന്നോടി കയറുന്ന കാണാമായിരുന്നു. അപ്പോൾ ഭയങ്കര പാടാണ് അങ്ങനെ കയറാനായിട്ട്. ആകെ മൊത്തത്തിൽ ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കുറേ എണ്ണം ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് വരും. എൻ്റെ പൊന്നു സൗരങ്ങളെ, നിങ്ങൾക്ക് മലയാളം എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, മംഗ്ലീഷ് എഴുതി വയ്ക്കാതിരിക്കുക. ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അത് ഇംഗ്ലീഷായിട്ട് വായിക്കും. ഈ മംഗ്ലീഷ് എഴുതി വയ്ക്കുക ഞാൻ വായിക്കാറ് പോലും ഇല്ല. മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അത് ഓക്കെയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഇത്ര മെനക്കെടുന്നത് എന്തിനാണ് അറിയില്ലായിരിക്കും. വോയിസ് കൊടുത്താൽ മതി. മംഗ്ലീഷ് കീബോർഡ് ഇത് ചെയ്തിട്ട് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അത് ടൈപ്പ് ചെയ്ത് വരും. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് വായിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. ഈ വിഷയത്തിൽ അഹാന കൂടുതൽ ഇങ്ങനെ ആയിക്കൊണ്ട് വരികയാണ്. എന്നിട്ടും ആ പെണ്ണിൻ്റെ അഹങ്കാരം തീർന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ റീസെൻ്റ്ലി ഇട്ട് ആ വീഡിയോയ്ക്കകത്ത് പോലും ആ അപ്പച്ചീൻ്റെ അടുത്ത് ആ തോന്നിയാസം കാണിച്ചത്. ഇവരെ വിശ്വസിച്ച് ആ അപ്പച്ചി അവിടെ പോയി നിൽക്കുന്ന വേറെ ഗതിയില്ലാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ പൊന്നപ്പച്ചി, നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ വിഷയം എടുത്ത് ജീവിച്ചാലും ഇങ്ങനെ അട്ടിപ്പേറ് കിടന്ന് ഇവറ്റകളെ വായിരിക്കണേയും കേട്ട് കിടന്ന് ജീവിക്കുന്നതിലും ഭേദം അങ്ങനെ ജീവിക്കുന്നതിന് അതിനെക്കാട്ടി അന്തസ്സുണ്ടെന്ന് ഞാൻ പറയും. ഇല്ല, അമ്പലത്തിലെങ്ങനെ പോയി നടയിരുന്നാലും കുഴപ്പമില്ലെന്ന് പറയും. ആളുകൾ വല്ലതും ഒരിക്കലാണെങ്കിലും ഫുഡ് കൊണ്ടുവന്ന് തരും. ഇതുങ്ങളെ കൂടെ ഇരുന്ന് ഇതുങ്ങളുടെ ഈ ആർഭാടവും കൂത്തപ്പടവും ഒക്കെ കണ്ട് നിങ്ങളിങ്ങനെ പട്ടി വിലയ്ക്ക് തുല്യമായിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫ്രീ ആയിട്ടാണ് നിങ്ങളവിടെ നിൽക്കുന്നത്, ശമ്പളമില്ലാത്ത വേലക്കാരി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെ അങ്ങനെ ഒരു ലെവലിലേക്ക് അമ്മമ്മയെ കിട്ടാത്തതുകൊണ്ടാണ് അമ്മമ്മയെടുത്ത് ദേഷ്യം. അച്ഛനും അമ്മയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ പറയാനും അമ്മമ്മയെ ചീത്തയാക്കാനും അഹാനയൊക്കെ എടുക്കുന്ന എഫർട്ടിലൂടെ അഹാന കൂടുതൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. എല്ലാ വീടുകളിലും ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന അടിയാണ്. അടിക്ക് അയാളെ ചെരുപ്പൂരി അടിച്ചതിൻ്റെ വീഡിയോ എടുത്തു വെച്ച് ഭയങ്കര സബ്ജക്റ്റ് ആക്കുന്നു. അതേപോലെ വേറെ ആർക്കും അമ്മമ്മ അയാളോട് ചേർന്നിരിക്കുന്നതിൽ പ്രശ്നമില്ല, അത് പ്രശ്നമുള്ളത് ആനയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയുടെ വായിൽ നിന്ന് അങ്ങനത്തെ ഭാഷകളെ വരുള്ളൂ. നല്ലതാണെന്ന് വെച്ചാൽ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ട് വരണ്ട. അങ്ങനെയൊക്കെ പറയണത് വളരെ തെറ്റ് തന്നെയാണ്. പക്ഷെ അവരെ കൊണ്ടത് പറയിക്കുന്നത് ഈ സ്ത്രീയല്ലേ, എന്തിനാ ഇവർ അതിനെ പോണത്? അവർ ഒന്നിച്ചിരിക്കട്ടെന്നേ, മാറിയെങ്കിരിക്കട്ടെ. ചേർന്നിരിക്കുന്നതാണ് ഇണകുരുകളെ പോലെ നടക്കുന്നതാണ് നല്ലതല്ലേ. അപ്പോൾ പർപ്പസ്ലി അഹാനയും സിന്ധു കൃഷ്ണകുമാറും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ആ വീട് അവർക്ക് കൊടുക്കാതിരിക്കാനും ശ്രമിച്ചിരുന്നു. ആ വീട് എഴുതി കിട്ടാൻ വേണ്ടി അഹാന അച്ഛനെ തൂക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രയോജനപ്പെട്ടില്ല. മനസ്സിലായില്ലേ? അയാൾ അവസാന കാലഘട്ടത്തിൽ അയാളുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അത് അവരുടെ പേർക്ക് തന്നെ കൊടുത്തതുകൊണ്ട് ഇവർ ബ്ലിങ്കി. അത് കിട്ടാൻ പോണത് തൻവിക്കാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് തൻവി അടിക്കുന്നത്. അതിന് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്തിരുന്ന ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. മുഴുക്ക ഫേക്കാണ് ആ കുടുംബം എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുന്നിൽ ദിനം വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇനി കമൻസ് ഞാൻ വായിക്കുന്നില്ല. അയ്യോ എന്തെല്ലാം കമൻസാണ്. കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് ന്യായീകരിക്കാതിരിക്കാനോ കുറച്ച് അടങ്ങാനോ ശ്രമിക്കുക. ഇനി ഇവർക്കിത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നാണം കെട്ടവൻ്റെ ആസനത്തിലെ വാലി കൊടുത്ത അതും ഒരു തണലെന്ന് പറയുന്ന കണക്കുള്ള കാറ്റഗറീസാണ്. അതുകൊണ്ട് അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക് യു.